ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 50-ാം ഭാഗം. അമേ നാരായണ. നാമം 721. കോമളാംഗി. കോമളമായ അംഗങ്ങളോടു കൂടിയവൾ, സുന്ദരമായ ശരീരത്തോടു കൂടിയ ദേവി ലളിതാംബിക. ദേവി യുദ്ധം ചെയ്യുന്നവളാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ കഠിനമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവളാണ്. എന്നിട്ടും ദേവിയുടെ ശരീരവും മനസ്സും ഒരുപോലെ കോമളമാണ്. ഏറെ സോഫ്റ്റായിട്ട് ലോലമായ മനസ്സും ശരീരവുമുള്ള ദേവി ലളിതാംബിക. ദേവി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് മുൻപൊന്നുമില്ലാത്ത വിധം ശോഭയുള്ള മുഖവും മനസ്സും ഉണ്ടാകും. 722. ഗുരുപ്രിയ. ആദിഗുരു അല്ലെങ്കിൽ ആദിയോഗിയായി നാം പറയുന്നത് പരമശിവനെയാണ്. പരമശിവൻ്റെ വിശ്വഗുരു എന്ന മൂർത്തിഭാവമാണ് ദക്ഷിണാമൂർത്തി ഭാവം. ആ ദക്ഷിണാമൂർത്തിക്ക്, ആ പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ട പരമശിവൻ്റെ പ്രിയപത്നിയായ ശ്രീ ലളിതാംബിക. അപ്പോൾ ദേവിക്ക് ഗുരുപത്നിയുടെ സ്ഥാനമാണ്. ഗുരുവിനെ പോലെ തന്നെ ഏറെ ശ്രേഷ്ഠമായൊരു സ്ഥാനത്തിരിക്കുന്നവളാണ് ഗുരുപത്നി. 723-ാം നാമം സ്വതന്ത്ര. ദേവീ ചൈതന്യം സ്വയംഭൂവാണ്. ദേവി സ്വയം ഉത്ഭവിച്ചവളാണ്. ഒന്നിനോടും ആശ്രയിക്കാതെ, ഒന്നിനോടും പ്രത്യേകിച്ച് മമതയില്ലാതെ സ്വതന്ത്രയായി നിൽക്കുന്ന ദേവി ചൈതന്യം. ഇനി സ്വ എന്ന വാക്കിന് ശിവൻ, പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്നൊരർത്ഥം കൊടുത്താൽ, തന്ത്രം എന്ന വാക്കിന് ആശ്രയത്വം എന്നൊരു അർത്ഥമാവും വരിക. ഇപ്രകാരമാണെങ്കിൽ ആ പരമാത്മാവിനോട് മാത്രം ആശ്രയത്വമുള്ള പരാശക്തി. ഇത് ഒരു പരസ്പര ആശ്രയത്വമാണ്. ശിവൻ ശക്തിയെയും ശക്തി ശിവനെയും ആശ്രയിച്ചിരിക്കുന്നു. ആ വിധത്തിൽ സ്വതന്ത്രരായ ശിവനും ശക്തിയും. 724-ാം നാമം സർവതന്ത്രേശി. എല്ലാ തന്ത്രങ്ങളുടെയും അധീശ്വരിയായ ദേവി ലളിതാംബിക. ശിവൻ പാർവതിക്ക് ഉപദേശിച്ച 64 തന്ത്രങ്ങളുടെയും അധീശ്വരിയായ ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിൽ ദേവിയെ സർവതന്ത്രേശി എന്ന് വിളിക്കുന്നു. മഹാസിദ്ധി സാരസ്വത തന്ത്രപ്രകാരം ശിവൻ പാർവതിക്ക് ഉപദേശിച്ച 64 തന്ത്രങ്ങളിൽ ചില തന്ത്രങ്ങൾ ഇവയാണ്: സിദ്ധീശ്വര തന്ത്രം, മഹാതന്ത്രം, കാളീതന്ത്രം, കുളാർണവതന്ത്രം, ജ്ഞാനാർണവതന്ത്രം, നിളാതന്ത്രം, ദേവി ആഗമതന്ത്രം, ഉത്തരതന്ത്രം, ശ്രീക്രമതന്ത്രം, മത്സ്യസൂക്തതന്ത്രം, സിദ്ധീസാരസ്വതതന്ത്രം, വാരാഹീതന്ത്രം, യോഗിണീതന്ത്രം, നിത്യതന്ത്രം, കൽപ്പതന്ത്രം, ലളിതാതന്ത്രം, വിശുദ്ധേശ്വരതന്ത്രം, കുളാമൃതതന്ത്രം, കാമതന്ത്രം, കുമാരീതന്ത്രം, ഭൈരവീതന്ത്രം, നവരത്നേശ്വരതന്ത്രം, ഭാവചൂടാമണീതന്ത്രം. 64 തന്ത്രങ്ങളിൽ 23 ഇവയാണ്. ഈ തന്ത്രങ്ങൾക്കെല്ലാം തന്നെ അധിപതിയായ ദേവി ലളിതാംബിക. 725-ാം നാമം ദക്ഷിണാമൂർത്തി രൂപിണി. പരമശിവൻ്റെ വിശ്വഗുരു അല്ലെങ്കിൽ ആദിഗുരു എന്ന മൂർത്തിഭേദമാണ് ദക്ഷിണാമൂർത്തി. ചിന്മുദ്രാധാരിയായ ദക്ഷിണാമൂർത്തിക്ക് ചുറ്റും ജിജ്ഞാസുക്കളായ മുനിമാർ ഇരിക്കുന്നു. ഭഗവാന്റെ ചിന്മുദ്ര അവരുടെ സംശയങ്ങളെ നീക്കുന്നു എന്നാണ് സങ്കല്പം. ഭഗവാന്റെ ചിന്മുദ്ര ബ്രഹ്മജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ദക്ഷിണാമൂർത്തിയെ കൂടാതെ ചിന്മുദ്രാധാരികളാണ് സുബ്രഹ്മണ്യൻ, സരസ്വതീദേവി, ലളിതാ ത്രിപുര സുന്ദരി എന്നിവർ.
ദക്ഷിണാമൂർത്തി യോഗ, സംഗീതം, ശാസ്ത്രം എന്നിവയുടെ ഗുരുവായി അറിയപ്പെടുന്നു. ദക്ഷിണഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന, ദക്ഷിണഭാഗം എന്നുള്ളത് കൊണ്ട് അനുകൂല ഭാവം എന്നൊരർത്ഥം കൂടിയുണ്ട്. അനുകൂല ഭാവത്തിലിരിക്കുന്ന, തൻ്റെ മുന്നിലെത്തുന്ന ഏവർക്കും അനുഗ്രഹം ചൊരിയുന്ന ഭാവത്തോടെ ഇരിക്കുന്ന ആ മൂർത്തിക്കാണ് ദക്ഷിണാമൂർത്തി എന്ന നാമം. ഇപ്രകാരം നോക്കിയാൽ ഏറ്റവും അനുകൂല ഭാവത്തിൽ, മാതൃഭാവത്തിലിരിക്കുന്ന ദേവി ലളിതാംബികയെ ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് വിളിക്കുന്നു. ഇതല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെപ്പോലെ വിദ്യാസ്വരൂപിണിയായ ദേവി ലളിതാംബിക, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മീയ ഗുരുവായ ദക്ഷിണാമൂർത്തി, ആ ദക്ഷിണാമൂർത്തി ദേവി ലളിതാംബിക തന്നെയാകുന്നു. ദേവിയാണ് സർവജ്ഞാനത്തിൻ്റെയും ഉറവിടം. 726 നാമം സനകാദി സമാരാധ്യ. സനകാദികൾ, സനകൻ, സനാതനൻ, സനത്കുമാരൻ, സനാനന്ദൻ എന്നിവ. ഇവർ വിഷ്ണു പുരാണത്തിലും ശിവപുരാണത്തിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. ഇരു പുരാണങ്ങളിലും ഇവരെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി പറയുന്നു. എല്ലായ്പ്പോഴും കുമാരന്മാരായിരിക്കുന്ന, ആ കൊച്ചു കുട്ടികളുടെ രൂപത്തിലിരിക്കുന്ന ഇവർ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ജ്ഞാനം നേടുന്നു എന്നാണ് ഒരു സങ്കല്പം. ഇവർ 4 പേരും ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യരായിരുന്നു. ദക്ഷിണാമൂർത്തിയിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടിയവരാണ് സനകാദികൾ. ആ സനകാദികളാൽ ആരാധിക്കപ്പെട്ടിട്ടുള്ള ശ്രീ ലളിത ത്രിപുരസുന്ദരി. 727 നാമം ശിവജ്ഞാനപ്രദായിനി. ശിവജ്ഞാനം എന്നാൽ ബ്രഹ്മജ്ഞാനം. ആ പരമാത്മാവിനെ പറ്റിയുള്ള ഏറ്റവും ആത്യന്തികമായ അറിവാണ് ബ്രഹ്മജ്ഞാനം. ആ ജ്ഞാനം നൽകുന്ന ദേവി ലളിതാംബിക. ശിവനെ അറിയാൻ ശക്തിയെ അറിയണം. ശക്തിയിലൂടെ മാത്രമേ ആ ശിവജ്ഞാനം നേടുക സാധ്യമായുള്ളൂ. 728 നാമം ചിത്കല. ചിത്ത്, ബോധം, കോൺഷ്യസ്നസ് എന്ന അർത്ഥം. ആ ചിത് ആ ബോധം സ്വരൂപമാക്കിയ, ആ ബോധം തൻ്റെ ശരീരത്തിൻ്റെ ഒരംശം തന്നെയാക്കിയ ദേവി ലളിതാംബിക എന്ന അർത്ഥം. 729 നാമം ആനന്ദകലിക. ബ്രഹ്മാനന്ദമാകുന്ന പൂമൊട്ടാണ് ശ്രീ ലളിതാംബിക. കലിക എന്നാൽ പൂമൊട്ട്. നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മാനന്ദം ഒരു പൂമൊട്ടായി അങ്ങനെ കൂമ്പി നിൽക്കുന്നു. ദേവീഭജനം കൊണ്ട് ആ പൂമൊട്ട് വിടർന്ന് അതൊരു പൂവായി മാറുന്നു. ആനന്ദം എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാവമാണ്. നമ്മുടെ ഉള്ളിൽ ആനന്ദമില്ലാതെ നമുക്ക് പുറത്തു നിന്ന് ആനന്ദമുണ്ടാക്കുന്ന എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും നമുക്കൊരിക്കലും സന്തോഷിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ആനന്ദം ഉണ്ടാകുമ്പോൾ പിന്നെ പുറത്തത് തേടി അലഞ്ഞ് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ആനന്ദമാകുന്ന പൂമൊട്ടാകുന്ന ആ ദേവിയെ ഭജിച്ചാൽ ആത്മാനന്ദം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നു. 730 നാമം പ്രേമരൂപ. ശ്രീമാതയാണ് ദേവി ലളിതാംബിക. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാതാവായ ആ ദേവി പ്രേമസ്വരൂപിണിയാകുന്നു. പ്രേമം എന്നുള്ളത് വളരെ ലിമിറ്റഡായി, ആ സ്നേഹത്തെ ഏറ്റവും ലിമിറ്റഡായി പ്രേമം എന്ന് നാം നിർവചിക്കാറുണ്ട്. ഈ പ്രേമം എന്നുള്ളത് കൊണ്ട് വിശ്വത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള ആ മാനസിക വളർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതീകമായ ദേവി ലളിതാംബിക പ്രപഞ്ചത്തിലെ ഒരു പുൽനാമ്പിനെ പോലും സ്നേഹിക്കാനുള്ള കഴിവ് ദേവി ലളിതാംബിക തൻ്റെ ഭക്തന് നൽകുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നാം 50 ഭാഗങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം നമുക്കുണ്ടായി. ഇപ്പോൾ നമ്മൾ 730 നാമങ്ങൾ
പഠിച്ചു കഴിഞ്ഞു. പഠിച്ച നാമങ്ങൾ വീണ്ടും ചൊല്ലി മനസ്സിലുറപ്പിക്കുക. കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള അവസരം ദേവി നൽകട്ടെ. നന്ദി.